ഹോളിഡേ ട്രാവൽസിൻ്റെ അസർബൈജാനി ട്രിപ്പ് യാത്ര തുടരുകയാണ്. ഈ കാണുന്നത് കാർപ്പറ്റ് മ്യൂസിയമാണ്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്ന നമ്മുടെ ഓൾഡ് ബാക്ക് സിറ്റിയിലുള്ള കാഴ്ചകളായിരുന്നു. ഇവിടുന്ന് തുടർന്നുള്ള വീഡിയോയുമായി ഞാൻ ഹാരിസ് അബ്ദുള്ള, ഹാരിസ് ഒമേറ്റ്. പേർഷ്യൻ കവിയായ നിസാമി ഗഞ്ചവിയുടെ പേരിൽ അറിയപ്പെടുന്ന നാഷണൽ സാഹിത്യ മ്യൂസിയമാണ് ഈ നേരെ മുന്നിൽ കാണുന്നത്. ഇത് കണ്ടില്ലേ, നമ്മുടെ അബുദാബിയിലുള്ള അതേപോലത്തെ വണ്ടിയാണ് പോലീസുകാരെ. ഇവിടുന്ന് കണ്ടപ്പോൾ അബുദാബിയിലെ സെയിം അതേപോലെ വണ്ടി ഓടിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഓൾഡ് ബാക്ക് സിറ്റിയിൽ നിന്ന് നമ്മളിപ്പോൾ അടുത്ത ഒരു 1-2 സ്ഥലങ്ങളിലേക്ക് പോവാണ്. എവിടെയാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഡ്രൈവർ ഇപ്പോൾ അവിടെ എത്തും. കുറച്ചപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് നമ്മളെല്ലാവരും കൂടി നടക്കുകയാണ്. നല്ല കാലാവസ്ഥ. നമ്മളിപ്പോൾ ഓൾഡ് ബാക്ക് സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് വന്നില്ലേ, ആ മതിലോട് ചേർന്ന് കൊണ്ട് തന്നെ നല്ലൊരു ഗാർഡൻ ലെഫ്റ്റ് സൈഡിലുള്ളത്. നല്ല മനോഹരമായ ഒരു പാർക്കാണ്. ഈ സമയത്ത് ഇപ്പോൾ ആരും കാണുന്നില്ല, രാവിലെ ആവണ്ടായിരിക്കാം. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. ഇവിടെ വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ ജോർജിയ പോലെ തന്നെയാണ്, നല്ല വൃത്തിയാണ്. പരിസരങ്ങൾ റോഡ് സൈഡായാലും ഒക്കെ നല്ല ഇതാണ്. നമ്മുടെ ഒരു കാക്കനെ കണ്ടില്ല, അസർബൈജാനി കാക്കനെ കണ്ടിട്ടില്ല എന്നാരും പറയണ്ട. ഇതാണ് അസർബൈജാനി കാക്ക. നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ല ലൈൻ ഇട്ടിട്ട്, ഇത് സൈക്കിൾ പോകാനുള്ള ട്രാക്കാണ് ലെഫ്റ്റ് സൈഡിലുള്ള. അതിനുശേഷം അപ്പുറത്ത് മറ്റു വാഹനങ്ങളൊക്കെ പോകുന്ന സ്ഥലം. നമ്മൾ സിഗ്നൽ നിൽക്കുകയാണ്. റെഡായിട്ട് അവിടെ ഗ്രീൻ കാണിച്ചിട്ട് വേണം, ഗ്രീനായി. അപ്പോൾ നമ്മളിപ്പോൾ അപ്പുറത്തേക്ക് നടക്കുകയാണ്. ഹായ് ഹായ്, ഒരു പപ്പിക്കുട്ടി എഴുതണ്ട. ഹായ്, ഹലോ. അസർബൈജാനി ഭാഷ അറിയും തോന്നുന്നു, നമ്മുടെ മലയാളം അറിയില്ലല്ലോ. തിരിച്ചു പോയി. എൻ്റെ മലയാളം കേട്ടിട്ട് അത് അന്താളിച്ചു പഠിച്ചു എന്നാന്ന് പന്തം പരിചയ പോലെ ഇങ്ങനെയൊക്കെയാണ്. ഈ നേരെ കാണുന്ന സംഭവം ഡാനിഷ് മാളാണ്. ഇത് ഓപ്പൺ ആയിട്ടുള്ളത് 2020 ഇത് ഓപ്പൺ ആയിട്ടുള്ളത്. പിന്നെ വർക്കൊക്കെ മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്ന പോലെ 2014 ഓപ്പൺ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ട് നടന്നില്ല. 20 ഓപ്പൺ ആക്കിയത്. കാസ്പിയൻ സീൻ്റെ അടുത്താണ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കാസ്പിയൻ സീ. കാസ്പിയൻ ശരിക്കും പറഞ്ഞാൽ ഒരു കടലല്ല, അത് ഒരു തടാകമാണെന്നാണ് പറയുന്നത്. കാരണം അത്രയും വലുപ്പത്തിന് കൊണ്ട് അങ്ങനെ കടലെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ശരിക്കും സത്യത്തിൽ അതൊരു തടാകമാണ്. ഇതിനോട് ചേർന്നിട്ടാണ് ഈ ഡാനിഷ് മാൾ ഉള്ളതും. അതിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ കാർപ്പറ്റ് മ്യൂസിയം. ഈ കാണുന്നത് കാർപ്പറ്റ് മ്യൂസിയം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ചെറിയൊരു തടാകം പോലെയുള്ള ഒരു വെനീസ് എന്നൊക്കെ പറഞ്ഞ സംഭവം വേറെയുണ്ട്. ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ 3 പിന്നെ ഫ്ലെയിം ടവർ കാണാൻ പറ്റും. 3 ആ തീനാളം പോലെയുള്ള ഒരു ബിൽഡിംഗ് നമ്മൾ കഴിഞ്ഞ രാത്രി കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ, അത് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ എല്ലാം കൂടി ഈ ഏരിയയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒന്നിച്ചിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ സ്ഥലം. ഇതിൽ 8 ദളങ്ങളാണ് ഉള്ളത് ഈ ബിൽഡിങ്ങിൻ്റെ. കണ്ടില്ലേ, ആ മാർക്കറ്റിന് 8 ദളങ്ങളാണ് ഉള്ളത്. അതിനകത്ത് ഒരുപാട് ഷോപ്പിംഗ് കോംപ്ലക്സും അതുപോലെ തന്നെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റർടൈൻമെൻ്റൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങളാണെന്ന് പറഞ്ഞു. അത് നേരെ കാണുന്നുണ്ടല്ലേ ഫ്ലെയിം ടവർ. നമ്മൾ ഇനി അന്ന് രാത്രി കണ്ടില്ലേ, 10,000-ഓളം LED ബൾബുകളും രാത്രി പ്രകാശിച്ചു എന്ന് പറഞ്ഞില്ലേ. പിന്നെ ഇതാണ് കാർപ്പറ്റ് മ്യൂസിയം. കാർപ്പറ്റ് മ്യൂസിയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ബാക്കുവിൽ ചരിത്രപരവും ആധുനികമായ ഒരുപാട് നെയ്ത്ത് സാങ്കേതിക സാമഗ്രികളുള്ള ഒരു മ്യൂസിയമാണത്. പിന്നെ അതുപോലെ തന്നെ അസർബൈജാനി പരവതാനികളും ചവിട്ടും എത്തകളും പ്രദർശിപ്പിക്കാനൊക്കെയുള്ള ഒരു സംഭവം. അത് ആദ്യകാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന പിന്നെ കാർപ്പറ്റും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആധുനിക കാലത്തുള്ള കാർപ്പറ്റുകളൊക്കെ കുറിച്ചൊക്കെ അവിടെ കാണുന്നുണ്ട്. എൻ്റെ അകത്ത് കയറുന്നുണ്ടോ എല്ലാവർക്കും താല്പര്യം കയറാറുണ്ട്, കുറച്ച് പേർക്ക് താല്പര്യം കാണുന്നില്ല. ഈ കാണുന്നതാണ് മിനി വെനീസ് എന്ന് പറയുന്ന സംഭവം. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് ആളുകളൊക്കെ ഇപ്പോൾ ഇതിലൂടെ ബോട്ടിലൂടെ പോയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ എല്ലാം ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നോക്കി കാണാൻ പറ്റുന്നൊരു നല്ലൊരു കാഴ്ച. ഇപ്പോൾ നോക്കുമ്പോൾ ഓഫ്ലൈൻ ടവറാണ്. അതിൻ്റെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ മാള്, കാർപ്പറ്റ് മ്യൂസിയം, പിന്നെ കാസ്പിയൻ കടൽ തീരം, ഇങ്ങനെയൊക്കെ ഇങ്ങനെ എല്ലാം അടുത്തടുത്തായി കൊണ്ട് തന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം കുറഞ്ഞ സമയം കൊണ്ട് എല്ലാം ഒന്ന് ചുറ്റി കാണാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമായിരുന്നു. ഇത് വലിയൊരു റൗണ്ട് അബൌട്ടാണ് കേട്ടോ. ഭയങ്കര തിരക്കൂടിയ കുറേ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം.
ഇതുണ്ടല്ലേ പഴയ വണ്ടികൾ. ഇവിടെ ഇഷ്ടംപോലെ പഴയ വണ്ടികൾ കാണാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് ഇവിടെ ഓടുന്ന വണ്ടി എന്ന് വെച്ചാൽ ലാഡ വെഹിക്കിൾ. റഷ്യൻ്റെ പഴയ കാലത്തെ പ്രതാപമായിരുന്നു ലാഡ വെഹിക്കിൾ. കടലിൽ ദേശീയ വാഹനം എന്ന് വേണമെങ്കിൽ 1970 മുതൽ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്ന വണ്ടിയായിരുന്നു. റഷ്യൻ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചതുമായ ഒരു വണ്ടിയാണ് ലാഡ. ആ പഴയ വണ്ടികൾ കാണാൻ നല്ല രസം. ഇതല്ല, ഇത് ലണ്ടനിൽ ടാക്സി ആയിട്ട് ഓടിയിരിക്കുന്ന വണ്ടിയാണ്. ലാഡ വണ്ടിയെ കാണിച്ചു തരാം. ഇത് കുറേ നേരത്തെ ഇഷ്ടം പോലെ ഇതിലൂടെ പോയിട്ടുണ്ടായിരുന്നു. ഈ സ്ക്വയറിന് വരുന്ന സ്ഥലത്തിൻ്റെ നിയമപാലകർ ഇവിടെ എത്തി. നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്യാൻ വലിയൊരു എന്താ പറയുക, അതിന് റൗണ്ടബോട്ടാണ്. റൗണ്ടബോട്ട് ഇവിടെ നമുക്ക് ക്രോസ് ചെയ്യാനുള്ള സ്ഥലങ്ങളും ഇതാണ്. ഇത് ഈ അണ്ടർപാസ് വഴിയാണ് താഴേക്ക് പോയി റോഡ് അപ്പുറത്തേക്ക് കടക്കേണ്ടത്. അതിന് നല്ല എസ്കലേറ്ററൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് എത്രമാത്രം സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് റോഡ് ക്രോസ് ചെയ്തിട്ടുള്ളത്. അസർബൈജാൻ ലാൻഡ് ഓഫ് ഫയർ എന്ന് പറയുന്നത് പോലെ തന്നെ ലാൻഡ് ഓഫ് വിൻഡ് എന്നും കൂടി പറയാറുണ്ട് കേട്ടോ. കാരണം കാറ്റ് എപ്പോഴും ബാക്കുവിൽ നല്ല കാറ്റ് അടിക്കുന്ന സ്ഥലമായിരിക്കും. എന്നാലും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പേര് വന്നതെന്നും പറയുന്നുണ്ട്. എന്ത് ഭംഗിയാണെന്നറിയാം. ബിൽഡിംഗ് ആയാലും ശരി, അതിൻ്റെ പാർക്കായാലും ശരി, വഴിയോരങ്ങളായാലും ഇതൊക്കെ ഒരു ബസ് സ്റ്റോപ്പാണ്. അതിൻ്റെ ചുറ്റുഭാഗത്ത് നല്ല എന്തൊക്കെ ചെടികളൊക്കെ വെച്ച് നല്ലൊരു ഗാർഡൻ. ആളുകൾക്ക് എപ്പോഴും എന്താ പറയുക, മനസ്സിനൊരു ശാന്തിയും ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ. റോഡ് സൈഡായാലും പാർക്കായാലും ഇങ്ങനെ ഇപ്പോൾ നല്ല നമുക്കൊക്കെ മനസ്സിനൊരു കുളിർമ. പിന്നെ ക്ലീനിങ്, ഇവിടെയൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് സ്റ്റാഫുകൾ വന്നിട്ട്. ഇതൊരു ചെറിയൊരു ഫൗണ്ടനാണ്. ഇതാണ് ഇവിടുത്തെ ബസ് കാര്യങ്ങൾ. ഇവിടുത്തെ ട്രാൻസ്പോർട്ടാണ്, പബ്ലിക് ട്രാൻസ്പോർട്ട്. നമുക്കൊന്ന് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കയറി നോക്കിയാലോ. അതുകൂടി ഒന്ന് നമ്മൾ മാൽഡീവ്സ് പോയാലും കണ്ടിട്ടുണ്ടായിരുന്നു. സെയിം നമ്മുടെ അബുദാബിയിൽ പോലെ തന്നെ ബസ്. അബുദാബി സിറ്റിയിലോട് നിന്ന് സെയിം ബസ് തന്നെയാണ്. ഇത് മാൽഡീവ്സ് പോയ സമയത്ത് നമ്മൾ എടുത്തിരുന്ന ബസ് ഇതുപോലെ തന്നെ ആയിരുന്നില്ലേ? അതെ, ഇവിടെ ഇങ്ങനെ കാർഡ് എടുക്കാനുള്ള സംവിധാനം കാര്യങ്ങൾ. അതുപോലെ തന്നെ ബാക്കിൽ 3 ഡോറ് അബുദാബിയിലുള്ള പോലെ തന്നെ. ഇത് നല്ലൊരു പാർക്കാണ്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കുള്ള ഒരു വഴി. അതിനിടയിൽ വഴി തെറ്റിപ്പോയി വീണ്ടും തിരിച്ചു വന്നതാണ് നമ്മൾ. ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലം എവിടെയാണെന്നറിയാം. നല്ലൊരു അടിപൊളി സ്ഥലം കൂടി ഈ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ജോർജിയയിൽ നിന്ന് ഇതുപോലത്തെ നല്ല സംഭവത്തിൽ കയറിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫെനിക്കുലർ ട്രെയിൻ, കേബിൾ കാർ. ഇവിടെ ആ സംവിധാനമുണ്ട്. നമുക്ക് അവിടെ ഇതിലൂടെ ഒന്ന് പോയിട്ട് വലിയൊരു മുകളിലേക്ക്, കുന്നിൻ്റെ മുകളിൽ പോകാണ്ട് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഈ ഫെനിക്കുലർ കേബിൾ കാർ വഴി പോവാം, മറ്റൊന്ന് അപ്പുറത്തെ സ്റ്റെപ്പ് വഴിയും കയറി പോകാൻ പറ്റും. ഏതായാലും നമുക്ക് ഇതുവഴി ഒന്ന് പോവാം. അതൊരു അനുഭവമല്ലേ. ജോർജിയയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്ന പോലെയുള്ള ഒരു ഫെനിക്കുലർ ട്രെയിനാണിത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വലിയൊരു തിരക്കൊന്നും ഇതിൽ കാണുന്നില്ല. നമ്മളങ്ങനെ സീറ്റൊക്കെ ആയി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ബാക്കിൽ നിന്ന് അതിൻ്റെ കറക്റ്റ് വ്യൂ കിട്ടുന്നത് ബാക്കിൽ നിൽക്കാൻ വെച്ചു. ബാക്കിൽ ശരിക്കും പറഞ്ഞാൽ ബാക്കിലല്ല നിൽക്കേണ്ടത്, മുമ്പിലോട്ട് പോയിട്ടാണ് നിൽക്കേണ്ടത്. നമ്മൾ കയറി പോകുന്ന ഭാഗമല്ലേ, ആ റെയിൽ മാത്രമേ കാണാൻ പറ്റും. അപ്പോൾ പോകുമ്പോൾ അവിടേക്ക് ഇറങ്ങിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ടീമുകൾ. യാത്രക്ക് പിന്നെ സിദ്ദീഖ് ഭായിയുടെ കത്തി യാത്രക്ക് വളരെയധികം രസകരമായിട്ടുണ്ടായിരുന്നു. എവിടെയും ബോറടിപ്പിച്ചില്ല. എൻ്റെ താഴ്ഭാഗം കാണുന്ന വെച്ചാൽ എൻ്റെ നോക്കട്ടെ, നമ്മൾ കയറി വരുന്ന ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ താഴ്ഭാഗത്ത് ഭയങ്കര നല്ല രസമുള്ളൊരു വ്യൂ കിട്ടും. നോക്കട്ടെ, ഇയാൾ മാറിത്തരികയാണെങ്കിൽ ഓക്കെ, താങ്ക് യു. ഉണ്ടല്ലേ,
താഴെ കാസ്പിയൻ കടലും ഒക്കെ ആയിട്ട് ഒരു ട്രെയിൻ അങ്ങോട്ടേക്ക് താഴെ പോയി. ഷട്ടിൽ സർവീസാണ്. പക്ഷെ ഇത് നമ്മൾ ഒരു യാത്ര ജോർജിയയിൽ ചെയ്തുകൊണ്ട് വലിയൊരു ഇതൊന്നും തോന്നില്ല. പിന്നെ എങ്കിലും ഒന്ന് കയറിയെന്ന് മാത്രമേ ഉള്ളൂ. സിദ്ദീഖ് ഭായിൻ്റെ വാദോരാതെയുള്ള സംസാരം അതെന്തായാലും എല്ലാവരും ഇഷ്ടപ്പെട്ടു. ആർക്കും ഒന്നും ബോറടിപ്പിച്ചില്ല. എല്ലാവർക്കും തമാശയായിട്ട് അങ്ങ് സമയം പോയി. ഇതാണ് കാസ്പിയൻ തടാകം. നേരത്തെ അവിടെ അടുത്ത് നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കയറിയതിന് ശേഷമുള്ള കഥകളൊക്കെ നമുക്ക് പറയാം. അങ്ങനെ നമ്മൾ ഈ കേബിൾ കാറിൻ്റെ മുകളിലേക്ക് എത്തി. അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. തീർച്ചയായിട്ടും അത് മുഴുവനായിട്ടും അടുത്ത വീഡിയോയിലൂടെ കാണിക്കാം. അസുരഭ ചാനലിലെ ലാസ്റ്റ് വീഡിയോ ആവും അടുത്തത്. ഇവിടെ വീണ്ടും ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം.